സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അഥവാ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ₹1 പോലും നിങ്ങൾക്ക് എന്താണ് ഇനീഷ്യലായിട്ടുള്ള പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു 10th ഒക്കെ കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10th പാസ്സായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ ജോബുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒക്കെ അൺസ്കിൽഡ് കാറ്റഗറിയിൽ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ജോബാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന വേക്കൻസികളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വന്നേക്കുന്ന വേക്കൻസികൾ വെയർ ഹൗസ് വർക്കർ, അതേപോലെ തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് വെയർ ഹൗസിൽ വർക്ക് ചെയ്യാം, ഫാക്ടറി വർക്കർ, അതേപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ്, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ലേബേഴ്സ്, ഇങ്ങനെയുള്ള വേക്കൻസികളൊക്കെയാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 10th മാത്രം പാസ്സായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ അക്കോമഡേഷൻസ് ഒക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ വൺ ടൈം ഫുഡ്, നിങ്ങൾ വർക്കിംഗ് ടൈമിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. മെഡിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ആകെയുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രോസസ്സിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 മുതൽ 8 മാസം വരെ എന്തെടുക്കും, പ്രോസസ്സിംഗ് ടൈം എടുക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കേസിനകത്ത് നമ്മൾ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം ആളുകൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യുക, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.